ഞങ്ങളും ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. ചെറിയ ഒരു സദ്യയൊക്കെ ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ കറികളൊക്കെ വെച്ച്. ഇന്നലെ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഏകദേശം അമ്മ ചോദിച്ചു കുക്കിംഗ്. ഞങ്ങൾ രണ്ടുപേരോടെ പിന്നെ കുക്ക് ചെയ്യാൻ കയറി. ഇങ്ങനെ മീൻകറി എങ്ങനെ വെക്കേണ്ടതെന്ന് ഒന്നും. ആപ്പിൾ അച്ചാറാണ്, പച്ച ആപ്പിൾ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയേക്കുന്നത്. അതിന്റെ മമ്മി വെക്കുന്ന സ്റ്റൈലാണ്. അപ്പൊ ഞങ്ങള് സദ്യ കഴിക്കാൻ പോവാണ്. എല്ലാവർക്കും KRR ട്രാവൽ വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാരും ഓണമൊക്കെ ആഘോഷിച്ച് ഇരിക്കുവാന്ന് കരുതുന്നു. ഞങ്ങളും ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. ചെറിയ ഒരു സദ്യയൊക്കെ ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണം. അതുകൂടാതെ ഞങ്ങളുടെ സൗദി അറേബ്യയിൽ ലാസ്റ്റത്തെ ഓണം അല്ലേ? അതെ അതെ. അപ്പൊ ഞാനും പിള്ളേരൊക്കെ നാട്ടിലേക്ക് ഉടനെ പോകും. നിതീഷേട്ടൻ പിന്നെ ഇവിടെ ഒറ്റയ്ക്കാണ്. അടുത്ത പ്രാവശ്യം ഒറ്റയ്ക്ക് സദ്യയൊക്കെ ഉണ്ടാക്കി തന്നെ കഴിഞ്ഞിട്ട് വരും. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവർക്കും ഹാപ്പി ഓണം. ഇപ്പൊ ഞങ്ങള് ചെറിയ രീതിയിലൊരു ഓണാഘോഷം അങ്ങനെ നല്ല രീതിയിലെല്ലാം വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് കാണാൻ കാഴ്ചകള്. അപ്പം ഇന്നലെ മുതലുള്ള പരിപാടിയാണ്. ഇന്നലെ മുതലുള്ള കുക്കിംഗ് ആണ്. ഇന്ന് രാവിലെയും കുക്ക് ചെയ്ത് ഇപ്പോഴാണ് കുക്കിംഗ് എല്ലാം കഴിഞ്ഞത്. ഏതായാലും അടിപൊളി സദ്യ പ്രതീക്ഷിക്കുന്നു. അതെ അതെ അതെ. അപ്പൊ ഞങ്ങളിന്ന് ചെറിയ മേക്കപ്പ് ഒക്കെ ഇട്ടു. എങ്ങനെയുണ്ട് മേക്കപ്പ് ഒക്കെ? കൊള്ളാവോ? അപ്പൊ ഓണമൊക്കെ ആയതുകൊണ്ട് ചെറിയ രീതിയിലൊരു ഓണ സ്റ്റൈലില് നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട്. ശ്രീകുട്ടൻ മുണ്ടാ കൊടുത്തേക്കുന്നത്. ശ്രീകുട്ടൻ മുണ്ടാ കൊടുത്തേക്കുന്നത്. ഞാൻ സാരി. മുണ്ട ഇവിടെ എല്ലാവരും മുണ്ടാണ്. മുണ്ടിന്റെ ആൾക്കാരാണ് എല്ലാവരും. നമ്മുടെ കിച്ചണിനകത്താണ്. അപ്പൊ ഞങ്ങളുടെ കിച്ചണാണിത്. അപ്പൊ ഇന്നുമായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ രണ്ട് രീതിയിൽ നമ്മൾ കറികളൊക്കെ വെച്ചു. ഇന്നലെ ഇഞ്ചിക്കറി, അതുപോലെ അച്ചാറ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്നലെയാണ് വെച്ചത്. ഇന്ന് നമ്മൾ സാമ്പാർ, അവിയല്, പരിപ്പ് കറി, അങ്ങനത്തെ വലിയ കറികളൊക്കെ ഇന്നാണ് വെച്ചത്. ഈ തൊട്ട് കൂട്ടുന്ന എന്താ തൊടുകറിയാണ് എന്തായിട്ടാന്ന് പറഞ്ഞത്? തൊടുകറികളെല്ലാം ഇന്നലെ വെച്ചു. ഈ അച്ചാറ്, ഇഞ്ചിക്കറി, പച്ചടി, ആ സംഭവങ്ങളൊക്കെ ഇന്നലെ വെച്ച്. ഇന്ന് വലിയ വലിയ കറികളൊക്കെ വെച്ചു. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഊഞ്ഞാലാടി അതുപോലെ തന്നെ അത്തപ്പൂ ഒക്കെ ഇട്ട് ആഘോഷിക്കാമല്ലോ. ഇവിടെ അതൊന്നും നടക്കത്തില്ല. ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നത് ഇതുപോലെ സദ്യ ഉണ്ടാക്കിയിട്ടാണ്. അപ്പം വിഷുവിന് ഞാൻ സദ്യ ഉണ്ടാക്കിയായിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓണം കരുതി നമ്മൾ ആഘോഷിക്കും. അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ലാസ്റ്റ് ഒരു ഓണമാണ്. ഞങ്ങൾ നാട്ടിൽ പോവാണ്, ഞാനും പിള്ളേരും. നിശ്ചയം ഒറ്റയ്ക്ക് ഒടുങ്ങി ഇവിടെ. അപ്പം അതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നും കൂടി ഒരു ഓണം ആഘോഷിക്കാമല്ലോ ഒന്നും കൂടെ കരുതി. അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയ കറികളൊക്കെയാണ്. ഇന്നലെ ഇന്നുമായിട്ടൊക്കെയാണ് ഉണ്ടാക്കി. ഇന്നലെ ആണെങ്കിൽ പച്ചടി, ഇഞ്ചിക്കറി, അതുപോലെ തന്നെ അച്ചാറ്, ആ സംഭവങ്ങളൊക്കെ ഇന്നലെ ഉണ്ടാക്കി. ഇന്ന് സാമ്പാർ, അവിയല്, തോരൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇന്നുണ്ടാക്കി. അപ്പൊ കുക്കിങ്ങിന്റെ ABCD അറിയാത്ത ആളായിരുന്നു ഞാൻ. എനിക്ക് കുക്കിങ്ങിന്ന് ഒന്നും അറിയത്തില്ല. നിങ്ങളെ ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കാരെങ്കിലും കുക്കിംഗ് അറിയത്തില്ല, എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല, വിഷമിച്ചിരിക്കുന്നവർക്ക് അടിപൊളി ടിപ്സുകളൊക്കെ പറഞ്ഞുതരാം. അപ്പം നമ്മൾ സൗദിയിൽ വന്ന സമയത്ത് ഞാൻ 2013 ജൂലൈ 21 സൗദിയിൽ ഞാൻ വന്ന സമയത്ത് എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ഫുഡൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ യൂട്യൂബ് വഴിയാണ് കുക്കിംഗ് ശരിക്കും പഠിച്ചത്. യൂട്യൂബ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നല്ലപോലെ കുക്കിംഗ് വീഡിയോസ് ഞാൻ കാണുമായിരുന്നു. അപ്പൊ ഞാൻ വന്ന സമയത്ത് കൂടുതലായിട്ട് ഞാൻ കണ്ട 1-2 ചാനൽ എന്ന് പറഞ്ഞാൽ മിയാസ് കിച്ചൺ, പിന്നെ മീനാസ് കറി വേൾഡ്, ആ 2 ചാനലാണ് അതിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ഞാൻ നന്നായിട്ട് കുക്കിങ്ങിന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങളും പഠിച്ച ആ ഒരു ചാനലുകൾ. അതുകൂടാതെ പിന്നെ ഹിന്ദി ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം ആ സമയത്ത് അധികം യൂട്യൂബ് ചാനലുകളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ നല്ല രീതിയിൽ ഇഷ്ടംപോലെ കുക്കിംഗ് ചാനലുകളുണ്ട്. ഇപ്പം അന്ന് അത്ര ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ നല്ലതായിട്ട് കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു യൂട്യൂബിൽ. അങ്ങനെയാണ് ഞാൻ ശരിക്കും കുക്കിംഗ് പഠിച്ചത്. യൂട്യൂബ് വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എന്നിട്ട് ഓരോ ദിവസം ഓരോ വെറൈറ്റി സംഭവങ്ങൾ പരീക്ഷിക്കുകയായിരുന്നു. എന്റെ മമ്മി നല്ലതായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. എത്ര പേര് വന്നാലും അമ്മ അവർക്കെല്ലാം സദ്യ ഉണ്ടാക്കാൻ നല്ല കുക്കിംഗ് പ്രത്യേക കഴിവായിരുന്നു എന്റെ മമ്മിക്ക്. പക്ഷെ എന്റെ മമ്മി ഇപ്പൊ ഇല്ല. ഞാനപ്പോ ആലോചിക്കാറുണ്ട് എനിക്ക് ആ കഴിവൊന്നും കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് നല്ല രീതിയിലാണ് പുള്ളിക്കാരി ഫുഡൊക്കെ ഉണ്ടാക്കി. എനിക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഏകദേശം അമ്മ ചോദിച്ചു കുക്ക് ചെയ്യാനൊക്കെ അറിയാവോ? ഞാൻ എനിക്കൊന്നും അറിയത്തില്ല. ഉള്ള പോലെ സത്യസന്ധമായിട്ട് പറഞ്ഞു. ഒരു ഗ്ലാസ് ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല.
അപ്പൊ പുള്ളിക്കാരി പറഞ്ഞാൽ ഒന്നും വിഷമിക്കണ്ട, ഞാൻ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞാൽ അങ്ങനെ പുള്ളിക്കാരിയാണ് എന്നെ ചായയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ജോലി കിട്ടി. എന്നുവെച്ചാൽ ബാങ്കില് പത്തനംതിട്ട ധനലക്ഷ്മി ബാങ്കിലേക്ക് ജോലിയായി. അപ്പൊ പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ പിന്നെ അവിടെ ഞങ്ങൾ കുറെ എനിക്ക് ജോലി കിട്ടി. രണ്ടുപേരും എനിക്ക് കുക്ക് ചെയ്യാൻ അറിയത്തില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഫുള്ള് ഹോട്ടലിലായിരുന്നു അവിടെ ഫുഡ് കഴിച്ചോണ്ടിരുന്നത്. തന്നെ ഉണ്ടാക്കി കഴിക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞ് വീട്ടിൽ വന്നു. എനിക്ക് അന്ന് 22 വയസ്സേ ഉള്ളൂ കല്യാണം കഴിക്കുമ്പോ. അപ്പൊ ഒരു കുക്കിങ്ങിന്റെ ABCD അറിയത്തിൽ ഞാൻ മാക്സിമം ട്രൈ ചെയ്തൊരു സോഴ്സ് ഇല്ല അല്ലേ. നമുക്കെപ്പോഴും നമ്മളൊരു കുക്ക് ചെയ്യുമ്പോൾ ഒരാൾ നമുക്ക് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം വേണം. എനിക്ക് അങ്ങനെ ഒന്നും കിട്ടുന്നില്ല. പത്തനംതിട്ടയിൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ കുറെ ഫ്രണ്ട്സുകളൊക്കെ അല്ലേ, ആ സമയത്തൊക്കെ നമ്മളോട് പറയായിരുന്നു എന്താണ് നിങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ച് ശരിയാവുമോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പിന്നെ കുക്ക് ചെയ്യാൻ കയറി. അപ്പൊ നമ്മൾ രണ്ടുപേരും ആദ്യം വെച്ച കറി ഓർമ്മയുണ്ടോ? മീൻകറിയാണ്. ഞങ്ങൾ രണ്ടുപേരും മീൻകറി ഉണ്ടാക്കി കയറി. മീൻകറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പുള്ളി മീനൊക്കെ മേടിച്ചോണ്ട് വന്നു. എനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല. ഞാൻ മുളക് പൊടി മഞ്ഞപ്പൊടി ഈ സംഭവമൊക്കെ കൈ പിടിച്ചോണ്ട് ഇങ്ങനെ ഞാൻ മീൻകറി എങ്ങനെ വെക്കേണ്ടതെന്ന് ഒന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടൻ പറഞ്ഞു ഞാൻ ചെയ്യാം, എനിക്കറിയാന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി തന്നെ മീൻകറി എന്ന് വെച്ചത്. അത് ഭയങ്കര വെള്ളം പോലത്തെ മീൻകറിയായിരുന്നു. വെള്ളം പോലത്തെ മീൻകറിയായിരുന്നു. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കാം. അങ്ങനെ ഞാനും ഉണ്ടാക്കി ചെന്നു. അതും എന്റെ കുളമായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പുറത്തൊരു ഡെയ്സി ചേച്ചി, ഡെയ്സി ചേച്ചി ഒരു ഫ്രണ്ടാണ്. നിങ്ങൾ താമസിച്ചിരുന്ന വാടകയ്ക്ക് താമസിക്കായിരുന്നു അവിടെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ഡെയ്സി ചേച്ചി എന്നാണ് പേര്. പുള്ളിക്കാരി അടിപൊളിയായിട്ട് മീൻകറിയൊക്കെ വെക്കും. അപ്പൊ എന്നെ എപ്പം മീൻകറി വെച്ചിട്ട് എന്നോട് വിളിച്ചിട്ട് രാജി ഇതാ മീൻകറി വെച്ചിട്ടുണ്ട് വാന്ന് പറയും. അപ്പൊ ഓടി നിന്നിട്ട് എനിക്ക് കപ്പ വേവിച്ചതും അല്ലേ, നമുക്ക് കപ്പ വേവിച്ചതും മീൻകറിയൊക്കെ ഞങ്ങൾക്ക് തരുമായിരുന്നു. ചിക്കൻ കറി ഒക്കെ കൊണ്ട് തരുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നത്. എനിക്കാണ് അപ്പൊ കുക്കിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ചെയ്തു. കാരണം എനിക്ക് എങ്ങനെയാലും കുക്കിംഗ് പഠിക്കണം എന്നൊരാഗ്രഹമായി. പിന്നെ നമ്മള് ആ റൂമിൽ നിന്ന് മാറി വീട് മാറേണ്ടി വന്നു ഞങ്ങൾക്ക് പെട്ടെന്ന്. അങ്ങനെ ഞങ്ങള് ഓമല്ലൂര് അല്ലേ, AVG മോട്ടോഴ്സിന്റെ അവിടെയുള്ള ഓമല്ലൂര് ഞങ്ങള് താമസിക്കാൻ തുടങ്ങി. അവിടെ നമുക്ക് ഒരു ആന്റീനെ കിട്ടി, ആലീസ് ആന്റി. ലൈഫ് മൊത്തം എന്റെ കുക്കിങ്ങില് എന്റെ ലൈഫ് മൊത്തം ചേഞ്ച് ചെയ്ത ഒരാളാണ് ആലീസ് ആന്റി. ആലീസ് ആന്റി, കുഞ്ഞോളെ ചേച്ചി, അഞ്ജു, അവര് എല്ലാവരും ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ആലീസ് ആന്റിയാണ് സത്യം പറഞ്ഞ. ആലീസ് ആന്റി ഇപ്പൊ ഈ വീഡിയോ കാണുന്നുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയത്തില്ല. അതിനെ സത്യം പറഞ്ഞാൽ എനിക്ക് കുക്കിങ്ങിന് നല്ലൊരു മുന്നോട്ട് പ്രചോദനമായ ഒരു വ്യക്തി ആലീസ് ആന്റിയാണ്. അപ്പൊ ആലീസ് ആന്റി ഇങ്ങനെ ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ പുള്ളിക്കാരോട് ചോദിക്കും ആന്റി എങ്ങനെയാ കറി വെക്കുന്നത്. എന്തിച്ചേട്ടൻ ബാങ്കിൽ പോകുമല്ലോ, ആ സമയത്ത് ഞാൻ ചോദിക്കും ആന്റി എങ്ങനെ കറി വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ ദിവസം ഓരോ പച്ചക്കറി എടുത്തോണ്ട് ഞങ്ങൾ മേളിലായിരുന്നു അല്ലേ, നമ്മൾ മുകളിലായിരുന്നു, ആന്റിയൊക്കെ താഴെയായിരുന്നു. ആന്റിയും അഞ്ചും അങ്കിള് ആ സമയത്തില്ല, അങ്കിള് മസ്കറ്റിലല്ലേ, അങ്കിള് ഗൾഫിലാണ്. അപ്പൊ ഞങ്ങള് മേളില് ഒരു താഴെയാണ് താമസിക്കുന്നത്. ആന്റിയും അഞ്ചും മാത്രമേ ഉള്ളൂ താഴെ, ഞങ്ങള് രണ്ടും മേളിലായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ ഒരു സ്റ്റെയർകേസ് അടയ്ക്കത്തില്ല, ഞങ്ങൾക്ക് വേണ്ടി തോന്നുന്നുണ്ട് എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞു. ഞാൻ ഫുൾ ടൈം താഴെ മേളിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. അപ്പൊ ആന്റി എന്തെങ്കിലും കറി വെക്കണമെങ്കിൽ ഞാൻ ഓടിപ്പോയിട്ട് അവിടെ നിന്ന് താഴെ ആന്റി എടുത്ത് വരും. ആന്റി ഞാൻ എന്തെങ്കിലും പച്ചക്കറി കിട്ടുന്നുണ്ടോ, ആന്റി ഇന്നെന്താ ഞാൻ കറി വെക്കുന്നേ, അങ്ങോട്ട് ചോദിക്കും. ഇന്ന സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട് എന്താ വെക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ആന്റി പറഞ്ഞു രാജി ഇപ്പൊ ഒരു ബീട്രൂട്ട് എടുക്കുകയാണെങ്കിൽ ബീട്രൂട്ട് തോരൻ വെക്ക് രാജി, എന്നിട്ട് പറഞ്ഞ കുറെ സാധനം പുള്ളി പറഞ്ഞു തരുവേ. അപ്പൊ ഞാനത് മൊത്തം കേൾക്കും. ഞാനത് മൊത്തം കേട്ടിട്ട് ഞാൻ എന്തെന്ന് അറിയോ, അരമണിക്കൂർ ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യും, ഈ കറി ഉണ്ടാക്കിക്കൊണ്ട് താഴെ ആന്റി കൊണ്ട് കൊടുക്കും. അപ്പൊ ആന്റി പറയും, ഇപ്പൊ ആന്റിക്ക് ഭയങ്കര ഷോക്കായി. ആന്റി പറയും രാജിക്ക് നല്ല ഗ്രാസ്പിംഗ് പവറാന്ന് പറയുന്നത്, അതായത് പറഞ്ഞ അതേപോലെ കൂട്ടൊക്കെ പക്കയായിരിക്കും. അപ്പൊ ആന്റി പറഞ്ഞ രാജി അതുപോലെ ഉണ്ടാക്കി കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു അല്ലേ, നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. രാജി നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പും മുളകൊക്കെ എന്തെങ്കിലും കുറവുണ്ടെ പറഞ്ഞൊക്കെ തരുമായിരുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് കയറി. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കും കുക്കിംഗ് അറിയത്തില്ല എന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എങ്ങനെ സദ്യ ഒക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുന്ന ആൾക്കാർക്ക് ഇഞ്ചിക്കറി, ക്യാബേജ് തോരൻ. ഇത് എന്താ ഇതൊരു സ്പെഷ്യൽ അച്ചാറാണ്, ആപ്പിൾ അച്ചാറാണ്. പച്ച ആപ്പിൾ വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇത് നാരങ്ങാച്ചാറാണ്, നമ്മളെ കോട്ടയംകാരുടെ ഒരു സ്പെഷ്യലാണ് ഇത് കേട്ടോ. അച്ചാറാണ്, മധുരവും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അച്ചാറാണിത്. പിന്നെ ഇത് പച്ചടിയാണ്. അപ്പൊ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ രതീഷായിട്ടാണ് ഞാൻ എന്തോ കറി വെച്ച് കൊടുത്താലും പുള്ളി പറയും നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് അങ്ങനെ കുറ്റമൊന്നും പറയത്തില്ല കേട്ടോ. ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന കറിക്കൊന്നും ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു, എനിക്കറിയായിരുന്നു.
അപ്പൊ പുള്ളിക്കാരൻ കൊടുക്കുമ്പോൾ പുള്ളി ഒരു ഇല്ല രാജ്യം ഭയങ്കര ടേസ്റ്റാ, സൂപ്പറാന്ന് പറയും. ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ഇത്ര സൂപ്പറായിട്ട് തോന്നാറില്ല, ഞാൻ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ പുള്ളി പറയും ഇല്ല രാജ്യം ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമുക്കത് ഭയങ്കര ഒരിതായിരുന്നു. അതായത് കൂടുതൽ കറികൾ ഉണ്ടാക്കാനും ഫുഡ് പല പല കറികളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് സത്യം പറഞ്ഞത്. അപ്പൊ നമ്മളൊരു കുക്കിംഗ് ഒരു വലിയ സംഭവമായിട്ടൊന്നും കരുതണ്ട, ഇതൊന്നും വലിയൊരു സംഭവമേ അല്ല. അപ്പം ഇങ്ങനെ കുക്കിങ്ങിന് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ചെയ്യാൻ പേടിച്ചിരിക്കുന്നവർ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ പോയിട്ട് ചുമ്മാ സെർച്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അത് ശീലമായിക്കോളും. പിന്നെ ഇപ്പൊ എനിക്കിപ്പോ ഒട്ടും സമയമില്ല. ഇപ്പൊ യൂട്യൂബിന്റെ പറയുകയാണ് നമ്മളിപ്പോ കുക്കിംഗ് ഒക്കെ. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഫുൾ ടൈം ഹോട്ടലിൽ കയറുന്നുണ്ട്. ഹോട്ടലിൽ ഞങ്ങളുടെ അടുത്തുള്ള ഹോട്ടലുകാർ വീഡിയോ ഉണ്ട്, ഈ കൊച്ചി ഇത്രയൊക്കെ കറികളുണ്ടാക്കാൻ അറിയാമോ എന്ന് ചിന്തിക്കും. അവരിത് അതിശയിക്കുന്നുണ്ടാവും. ഞങ്ങൾ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഹോട്ടലിലെ ആൾക്കാർ ഇവർക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാമോ എന്നവർ ചിന്തിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പൊ സദ്യയൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഇരിക്കാന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. അപ്പം ഞങ്ങൾ ഏകദേശം 20 ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ പടിപൊളി സദ്യ ആയിക്കോട്ടെ. ഈ ഭാഗത്ത് ഇപ്പൊ സദ്യ കഴിക്കാൻ പോവുകയാണ്. നീ മെരുക്കി വരും. വെറൈറ്റിയാണ്. ഇത്തിരി പച്ചരി നോക്കട്ടെ. ഓ അത് വേറെ സ്റ്റൈല്. നമ്മുടെ ഇഞ്ചിത്തീലും ഇഞ്ചിക്കറി. ഓ കൊള്ളാം. അതിന്റെ മമ്മി വെക്കുന്ന ആ സ്റ്റൈലാണ് അത്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ക്യാബേജ് വരും, അതും കൊള്ളാം. നമ്മുടെ ബീഫ് മെഴുക്ക് വരട്ടി, അച്ചിങ്ങ മെഴുക്ക് വരട്ടി. ഓ നമ്മുടെ ഫേവറേറ്റ് അവിയൽ നോക്കട്ടെ. അവിയൽ സൂപ്പർ. നമ്മുടെ ഇതാണ് കേട്ടോ ആപ്പിൾ അച്ചാർ. അച്ചാറെല്ലാം അടിപൊളി.
പറഞ്ഞു രതീഷേട്ടന്റെ വയറ് പൊട്ടാറായത്, ബട്ടൺസ് ഒക്കെ പൊട്ടിപ്പോകുന്നൊക്കെ പറഞ്ഞോണ്ട് പുള്ളി ഇരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാ സദ്യയൊക്കെ? അടിപൊളിയായി, ഒന്നും പറയാനില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ഏതായിരുന്നു? എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു, പരിപ്പ് മുതല് എല്ലാം. പരിപ്പും നെഞ്ചും ആപ്പിൾ അച്ചാറൊക്കെ ഒരു വെറൈറ്റി ആയിരുന്നു. എല്ലാരും സദ്യയൊക്കെ കഴിച്ച് അല്ലേ, വയറൊക്കെ വീർത്തിരിക്കുന്നു. വയറും തീർത്തോ? ഈ കൂട്ടന്റെ വയറും പൊട്ടാറായി. അതുപോലെ തന്നെ മത്തടിച്ചിരിക്കാന്ന് പറഞ്ഞു. പായസം എല്ലാം കുടിച്ചു കഴിഞ്ഞ് പൊതുവെ നമ്മൾ സദ്യ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വയറൊക്കെ വീർത്തും ഒരു മത്തടിക്കുന്ന ഒരു പ്രതീതി വരാറുണ്ട്. പിന്നെന്താണ്, അപ്പം എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കരുതുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണം ഇങ്ങനെ സദ്യയിലൊക്കെ ആയി അല്ലേ? സൗദിയിലെ അവസാനത്തെ ഓണമാണ്. അപ്പൊ ഞങ്ങള് സൗദിയിൽ ഇനിയിപ്പം സൗദി ഞങ്ങൾ ഉടനെ നാട്ടിലോട്ട് പോവാണ്. അപ്പൊ നമ്മുടെ ഇനി വീഡിയോസ് ഒക്കെ എങ്ങനെ ആവുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം നമ്മൾ മാക്സിമം വീഡിയോസ് ഒക്കെ നമ്മുടെ ഇരിപ്പോൾ ഒത്തിരി വീഡിയോസ് ഇരിപ്പുണ്ട്. ഞാൻ അതൊന്നും എഡിറ്റ് ചെയ്തിട്ടില്ല. അപ്പം അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോസ് ഒക്കെ ഇനി ഇടയ്ക്കൊക്കെ വരുള്ളൂ, ഉറപ്പില്ല വീഡിയോസിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.